ഹായ് വെൽക്കം ടു ഫസേറ ഫാഷൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് ഏറ്റവും പുതിയ സ്വീൻ ടീച്ചറിൻ്റെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്, കേട്ടിട്ട് നിർബന്ധമാണോ, കേട്ടിട്ടുണ്ടോ, എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് എത്രയാണ്, അങ്ങനെ ഒത്തിരി ഡൗട്ടുകൾ പല ആളുകളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പ്രൊഫൈലിൽ ഇക്വലൻസി കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. അപ്ലൈ ചെയ്യുന്ന രീതിയും എല്ലാം തന്നെ ഞാൻ ഈ സ്ക്രീനിൽ ലൈവായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 077/2024 ആണ്. അതായത് 77/2024 ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 19 വരെയാണ്. ജൂൺ 19 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് എല്ലാ PSCയും വിളിക്കുന്ന പോലെ തന്നെ ഒരു മാസത്തോളമാണ് ടൈം ഉണ്ടാകാറ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആ ഒരു മാസത്തോളം ടൈം ഇതിനുണ്ട്. 20 ദിവസം ജൂണിലും ഇപ്പോൾ ഒരു 10 ദിവസം നമുക്ക് ഈ ഒരു മാസത്തിലായിട്ട് നമുക്കൊരു 30 ദിവസത്തോളം സമയം നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ ആരും തന്നെ ലാസ്റ്റ് ഡേറ്റിലോട്ട് വെക്കണ്ട. വീഡിയോ ഒക്കെ കണ്ട് ഫുള്ള് ക്ലിയർ ആയതിനു ശേഷം കൃത്യമായിട്ട് ഇരുന്നിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ കാറ്റഗറി നമ്പർ 077/2024 പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റിന്റെ പേര് സ്വീൻ ടീച്ചർ ഹൈസ്കൂളാണ്. HS-ലോട്ടുള്ള ഹൈസ്കൂളാണ്. സ്വീൻ ടീച്ചറാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ 35,600 മുതൽ 75,400 വരെയാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആണ് നോട്ടിഫിക്കേഷൻ. അതായത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇടുക്കിയിൽ. അപ്പോൾ ഇത് കൂടാനുള്ള സാധ്യത ഉണ്ട്. നമുക്കറിയാലോ, നമ്മൾ ഏതൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഒരു വേക്കൻസി 2 വേക്കൻസി വന്നാലും നമുക്ക് അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ആയി, ഇന്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ആയി. നമ്മളുടെ റാങ്ക് ലിസ്റ്റിന് 3 വർഷത്തെ കാലാവധി ഉണ്ട്. അപ്പം 3 വർഷത്തെ കാലാവധിക്കുള്ളിൽ എന്തായാലും ഈ വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു വേക്കൻസി ആണെന്ന് വിചാരിച്ചിട്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. അത് നമുക്ക് കൂടുന്നുള്ള കാര്യം തന്നെ പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെത്തഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 40 വരെയാണ്. 18 മുതൽ 40 വരെയാണ് ഏജ് ലിമിറ്റ്. നോർമലി നമ്മൾ പറയുന്ന പോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സും OBC-ക്കാർക്ക് 3 ഇയേഴ്സിലെ ഏജ് റിലാക്സേഷൻ ഇതിലും ഉണ്ടായിരിക്കും. അപ്പോൾ SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC-യിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 43 വയസ്സ് വരെ ഉള്ള ആളുകൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തായിട്ട് ഇതിന്റെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അല്ലെ, നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനെ 3 ലെവലായിട്ട് നമുക്ക് തരംതിരിക്കാം. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ലെവൽ പറഞ്ഞാൽ SSLC ആണ്. അതായത് നമുക്ക് 10th നമ്മളൊരു SLC അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ളത് THSLC-യോ അല്ലെങ്കിൽ തുല്യത എടുത്തിട്ടുള്ള SLC-യോ എങ്ങനെയാണെങ്കിലും ആ ഒരു 10th ക്ലാസ് പാസ്സായിട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ CBSE ആയാലും പറ്റും. അപ്പോൾ 10th ക്ലാസ് പാസ്സായിട്ടിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ജനറലി ഒരേ ക്വാളിഫിക്കേഷൻ തന്നെ ആയിരിക്കും. ഈ ഒരു പറഞ്ഞ 3-4 ക്വാളിഫിക്കേഷൻ്റെ ഉള്ളിലാണ് വരിക. അതാണ് ഫസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് സ്വിംഗ് ടീച്ചർ ആകാൻ യോഗ്യതയുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോക്കാം. ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് ഓഫ് ദി KGTE ഹയർ ഓർ MGTE ഹയർ. KGTE പറയുമ്പോൾ കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷന് കീഴിലുള്ള ഹയറിൽ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് എന്ന കോഴ്സ് കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ പറ്റും. MGTE എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ MGTE വളരെ കോമൺ അല്ല. മദ്രാസ് ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് MGTE പറയുന്നത് കേട്ടോ. അപ്പൊ MGTO KGTO കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അടുത്തത് പറയുന്നത് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിംഗ് ഓഫ് KGTE ഹയർ ഓർ MGTE ഹയർ. ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിംഗ് ആണെന്നുണ്ടെങ്കിൽ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് പറഞ്ഞു, ടൈലറിംഗ് ആണെങ്കിലും പറഞ്ഞു. നെക്സ്റ്റ് അതല്ലെങ്കിൽ അടുത്തൊരു ക്വാളിഫിക്കേഷൻ ഓർ ഇട്ടിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായാൽ മതി. ഈ 1 എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണം, നമ്മൾ ഉറപ്പിക്കാം. 2 എന്നുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഒരെണ്ണത്തിൽ കൂടുതലുള്ള ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ, പക്ഷേ ഒരെണ്ണമാണ് നമുക്ക് മിനിമം വേണ്ടത്. ദെൻ അടുത്ത് പറയുന്നത് ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഓഫ് ഗവൺമെന്റ് എക്സാമിനേഷൻസ് കേരള. അതോടൊപ്പം തന്നെ അടുത്ത വേറൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാണ്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ NTC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിൽ കട്ടിംഗ് ആൻഡ് ടൈലറിംഗ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. അടുത്തത് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. ഇതൊക്കെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ പറയുന്നത്. ഈ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അത് നോർമലി വെരിഫൈഡ് അല്ലാത്ത
സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയില്ല. ഗവൺമെന്റ് അംഗീകരിച്ച് PSC അംഗീകരിച്ച സർട്ടിഫിക്കറ്റിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുക. 6 മന്ത്സിന്റെയും 3 മന്ത്സിന്റെയും ഒക്കെ സർട്ടിഫിക്കറ്റ് ഫാഷൻ ഡിസൈനിങ്ങും സ്വിങ്ങിങ്ങും ഒക്കെ പഠിച്ചിട്ട് കുറെ ആളുകൾ നമുക്ക് അയച്ചു തരാറുണ്ട്, ഇത് പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. 3 മന്ത്സും 6 മന്ത്സിലെ കോഴ്സുകളൊന്നും ഇതുവരെ PSC അംഗീകരിച്ചിട്ടില്ല. സീനിയർ ടീച്ചർ പോസ്റ്റിലോട്ട് എന്തായാലും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വാല്യൂ ഉള്ളത് തന്നെയാണെന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. ഇതിന് അതേപോലെ അടുത്തൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ പറയുന്നത് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇൻ ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഡ്രസ് മേക്കിംഗ് ആണ്. NTC ഡ്രസ് മേക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറ്റും, അത് വൊക്കേഷണൽ തന്നെയാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് BFT ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജി. ഇത് കുറെ ആളുകൾക്ക് ഉണ്ടാവും. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത BFT ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സീനിയർ ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് BSc ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ. BSc ആൻഡ് ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് പറയുന്നത് അല്ലേ. BSc FADT എന്നാണ് ഷോർട്ടായിട്ട് പറയല്. ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ പറ്റും. അതോടൊപ്പം തന്നെ BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കേരളത്തിലെ ഒരു ഡിഗ്രി, അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൽ എടുക്കുന്ന ഡിഗ്രികളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ ടെക്നോളജി, MG യൂണിവേഴ്സിറ്റിന്റെ ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജി, അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്, ഈ 3 കോഴ്സുകൾ പഠിച്ച ആളുകൾക്കും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അടുത്തത് വേറൊരു സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്, ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ഇഷ്യൂഡ് ബൈ കേരള ഇൻഡസ്ട്രീസ് ആൻഡ് ലേബർ എംപ്ലോയ്മെന്റ്, അത് കിലെ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റിലൊക്കെ ഉണ്ടാവും. ഇതിൽ ഈ ലെറ്റേഴ്സ് നോക്കണേ കറക്റ്റ്. ഇതിൽ ഒരു ലെറ്റർ മാത്രം മാറ്റിയാണ്ടൊക്കെ വേറൊരു പ്രൈവറ്റ് ടീം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇതിൽ പറ്റൂല. കാരണം എനിക്ക് ഇതൊക്കെ ചില സമയങ്ങളിൽ കുട്ടികൾ അയച്ചു തരാറുണ്ട്. ഇതിൽ ജസ്റ്റ് ഒരു ലെറ്റർ മാത്രം മാറ്റിയിട്ട് അവരുടെ പേരാക്കിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് കറക്റ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം. ദെൻ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് അവാർഡ് ബൈ ഇഗ്നോയിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇഗ്നോയില് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായാലും പറ്റും. ദെൻ അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് നമുക്ക് SLCയുടെ ക്വാളിഫിക്കേഷൻ ആയിരുന്നു അല്ലേ. ഫസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SLCന്റെ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഒന്നാമത്തെ SLC പറഞ്ഞു. രണ്ടാമത്തെ നമുക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മൾ രണ്ടാമത്തെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത് ഉള്ളത് അടുത്തൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ, അതായത് കേട്ടറ്റ് സീനിയർ ടീച്ചർ കാറ്റഗറി 4. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് കാറ്റഗറി 4 ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടുന്ന് വരുന്ന ഏറ്റവും കൂടുതലുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ അടുത്ത് കേട്ടിട്ട് പാസ് ആയതാണ്, സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കേട്ടറ്റ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ശരിക്കും PSCയിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ഒരു സമയം വരും. നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ വരും. ആ വരുന്ന സമയത്താണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. അതുവരെ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. നമ്മൾ ക്വാളിഫിക്കേഷന്റെ നമ്മളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ക്വാളിഫിക്കേഷൻ്റെ അവിടെ കേട്ടറ്റ് കാറ്റഗറി 4 സ്വിങ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നിങ്ങൾക്ക് ഇതിൽ എലിജിബിൾ കാണിക്കുക കേട്ടോ. അപ്പൊ മൂന്നാമത്തത് കേട്ടറ്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ കേട്ടറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 10th ആണ്, സെക്കൻഡ് നമ്മളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് കേട്ടറ്റ് ആണ്. ഈ 3 ക്വാളിഫിക്കേഷനും ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഏതെങ്കിലും ക്വാളിഫിക്കേഷന് പറ്റുമെന്ന് ഡൗട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്ത് ചോദിച്ചോ. ഞാൻ നോർമലി ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ കമന്റ് വരാറുണ്ട്, എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ആണ് പറ്റുമോ സാറേ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ കമന്റ് റിപ്ലൈ ആയിട്ട് തരാം. ദെൻ ഇതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്തൊരു ഇക്വലന്റ് ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഒരു കോഴ്സിൽ ചില കോഴ്സുകൾക്ക് പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, ചില കോഴ്സുകൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ കാലക്രമേണ നടക്കാറുണ്ട് നമ്മളിതിൽ. അപ്പൊ അധികം ഇതിൽ കൂടുതൽ ആളുകൾ ചോദിക്കാറുണ്ട് FDGT പറഞ്ഞൊരു കോഴ്സ് കഴിഞ്ഞ ആളുകൾ, ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി, കേരള ഗവൺമെന്റ് കീഴിലുള്ള KGT കീഴിലുള്ള ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി കഴിഞ്ഞ ഒരു കോഴ്സ്, ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞ ആളുകൾ എന്ത് വെച്ചാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാണ് സാധാരണ നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ പോസ്റ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് PSC പരിഗണിച്ച ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിലവിൽ എന്താ നമുക്ക് പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. അതിന് ഇക്വലന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് ഹയർ ആയിട്ടോ ഉള്ള ക്വാളിഫിക്കേഷൻസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കറക്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇതിൽ പറയുന്നത് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് ഹയർ. അപ്പൊ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക് ഡ്രസ് മേക്കിംഗ് ഹയറിന് ഈ പറയുന്ന 6 ക്വാളിഫിക്കേഷനും ഇക്വലന്റ് ആൻഡ് ഹയർ ആണ്, ഇക്വലന്റ് ഓർ ഹയർ ആണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, ഒരു ഉദാഹരണം പറയാണ്, KGT ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ KGT ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് നീഡിൽ വർക്ക് ഡ്രസ് മേക്കിംഗിൽ വിളിക്കുന്ന PSCക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. KGT ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഉള്ള ആളാണെങ്കിൽ, VHSC ക്ലോത്തിങ് ആൻഡ് എംബ്രോയിഡറി ഉള്ള ആളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് ആഡ് ചെയ്യാൻ പറ്റും.
പല ആളുകളും FDGT കഴിഞ്ഞ ആളുകൾ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ഇതിലെടുത്ത് ഇക്വലന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്യാറുണ്ട്. അത് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കും, പക്ഷെ അത് ശരിയായ രീതിയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഫാഷൻ ഡിസൈൻ ഗാർമെന്റ് ടെക്നോളജി കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് ഹയറിൽ കയറി തന്നെ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം ഇതിൽ വ്യക്തമായ ഒരു രേഖ വെച്ച് പറയുന്നത് കാരണം അതാണ് നോക്കേണ്ടത്. ഇപ്പൊ BSc ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BSc ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ, കോസ്റ്റ്യൂം ഡിസൈൻ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും BSc കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഈ കോഴ്സിന് ഇക്വലന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷനിൽ തന്നെ വരുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതൊരു ഈക്വലന്റ് ആണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ഫസേറിനെ കുറിച്ച് അറിയുന്ന ആളുകൾ തന്നെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവരോട് പറയാണ്, ഫസേറ ഫാഷൻ എന്ന് പറയുന്നത് 10 വർഷങ്ങൾക്ക് മുകളിലായിട്ട് നീലേശ്വരത്ത് പ്രവർത്തിക്കുന്ന ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സ് കൊടുക്കുന്ന, ഫാഷൻ ഡിസൈനിങ്ങിന്റെ മറ്റു കോഴ്സുകളും കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടും സ്വിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും കേട്ടറ്റ് പോലുള്ള ക്വാളിഫൈ എക്സാമുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് നൽകുന്നുണ്ട്. ഫസേറ ഫാഷന്റെ ആപ്പ് മുഖേനയാണ് ഞങ്ങൾ ക്ലാസ്സസ് ഓൾറെഡി കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും, സ്വിംഗ് ടീച്ചർ, UPS, HS, ടൈലറിംഗ് ഇൻസ്ട്രക്ടർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, കേട്ടറ്റ് കാറ്റഗറി ഫോർ സ്വിംഗ്, നമ്മളെ സ്വിംഗുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും എല്ലാവിധ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കോച്ചിങ്സും ഞങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന 2 നമ്പറിൽ വാട്സപ്പ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരും. കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കോഴ്സിന്റെ ഡെമോ ക്ലാസ്സും കാര്യങ്ങളും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഞങ്ങളുടെ ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് PSCന്റെ പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ യൂസർ ID, പാസ്വേഡ്, അതേപോലെ തന്നെ ആക്സസ് കോഡും വെച്ചിട്ട് PSCന്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കിട്ടുന്ന സമയത്ത് നമ്മുടെ വിൻഡോയിൽ ഇങ്ങനെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും. ഇനി അതിൽ നമ്മൾ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കേട്ടറ്റിന്റെ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, നമ്മൾക്കിവിടെ മൈ പ്രൊഫൈലിന് കാണാൻ പറ്റും. ഈ മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ പ്രൊഫൈലിന്റെ അടുത്തൊരു ഓപ്ഷൻസ് വരും. ഇതിൽ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്കിവിടെ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൾറെഡി ഉള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. അതിന് പുറമെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ആഡ് കൊടുക്കുക. എഡ്യൂക്കേഷൻ ലെവൽ എടുത്തതിന് ശേഷം ഇവിടെ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് കാണാൻ പറ്റും. എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് കാണാൻ പറ്റും. നിങ്ങൾ എലിജിബിലിറ്റി ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. എന്താണ്, ഏത് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ ചോദിക്കുന്നുണ്ട്. നമുക്ക് കേട്ടറ്റ് ആണ്. കേട്ടറ്റ് സെലക്ട് ചെയ്യുക. സബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്. അതായത് 1, 2, 3, 4 അല്ലേ. നമ്മൾ കാറ്റഗറി 4 സ്പെഷ്യലിസ്റ്റ് സബ്ജക്റ്റ് ആണുള്ളത്. ഇഷ്യൂയിങ് അതോറിറ്റി കൺസേർഡ് ബോർഡർ അതോറിറ്റി ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. സ്ട്രീം എന്ന് പറയുന്നത് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. നിങ്ങളുടെ ഏത് വർഷം മാസമാണ് നമുക്ക് റിസൾട്ട് വന്നിട്ട് പാസ്സായതെന്ന് ഇതിലൂടെ കറക്റ്റ് കൊടുക്കുക. റിസൾട്ടിന്റെ ക്ലാസിഫിക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കില്ല, ആ രജിസ്റ്റർ നമ്പറും കൊടുത്തതിന് ശേഷം ഈ ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ കേട്ടറ്റ് നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഹോം പേജിലോട്ട് തന്നെ വന്നു. ഹോം പേജിലോട്ട് വന്നതിന് ശേഷം നമ്മൾ നോട്ടിഫിക്കേഷൻസ് എടുക്കുക. നമുക്കറിയാലോ, നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക. നമുക്ക് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് ജനറൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സ്വിംഗ് ടീച്ചർ ഇടുക്കി എന്ന് കാണാൻ പറ്റും. 077/2024 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ക്ലിക്ക് ചെയ്യാൻ പോവുക. അപ്പോൾ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുക. അപ്പോൾ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ നൗ എന്നായിരിക്കും കാണിക്കുക. പക്ഷേ നമുക്ക് ഇവിടെ ഇൻഎലിജിബിൾ എന്നാണ് കാണിക്കുന്നത്. ഇൻഎലിജിബിൾ ആകുമ്പോൾ നമുക്ക് എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. വൈ ഐ ആം ഇൻഎലിജിബിൾ. നോക്കുന്ന സമയത്ത് നമുക്ക് കാരണം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ഈ KGT എന്ന ക്വാളിഫിക്കേഷൻ ഇല്ല എന്നാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു KGT അറിയുന്നതും നമ്മുടെ FDGT എന്ന് പറയുന്നതും ഈക്വലന്റ് ആണ്. അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് FDGT ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇവിടെ ഹാവിംഗ് യൂസിങ് ഇക്വലന്റ് എന്നുള്ള രീതിയിൽ അപ്ലൈ യൂസിങ് ഇക്വലന്റ് ഓർ ഹയർ എന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ക്വാളിഫിക്കേഷൻ ആണ് കാണിക്കുന്നത്. 1 10th ലെവൽ കാണിക്കുന്നുണ്ട്, 2 നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്, 3 നമ്മുടെ കേട്ടറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ അപ്ലൈ യൂസിങ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷന്റെ ഇത് ഓപ്പൺ ആയിട്ട് വന്നു, വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന നെയിം എന്ത് ചെയ്യണം, നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ. കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ പേര് കൃത്യമായിട്ട് തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്.
പേര് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ ഫോട്ടോ എടുത്ത ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോ എടുത്ത ഡേറ്റ് ഉണ്ടായിരിക്കും, അതും നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഫോട്ടോയിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ദെൻ നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഡിക്ലറേഷൻ എല്ലാം തന്നെ സെലക്ട് ചെയ്തു. നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൃത്യമാണെന്ന് പറഞ്ഞു, നെക്സ്റ്റ് കൊടുത്തു. ദെൻ അടുത്ത ഡീറ്റെയിൽസ് ചോദിക്കുന്നത് നമ്മൾ ഈ പോസ്റ്റുമായിട്ട് നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഒരൊറ്റ കാറ്റഗറി ആകുമ്പോൾ തന്നെ ഡിഫറെന്റ് ഡിസ്ട്രിക്ട് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സെലക്ഷൻ വരിക. അപ്പോൾ നമ്മൾ ഇതിൽ ഇടുക്കി മാത്രമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടുക്കി സെലക്ട് ചെയ്യുന്നു. വീണ്ടും അവരെ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇടുക്കി അല്ലേ എന്നുള്ള ഓക്കെ ഒന്നുകൂടി കൺഫേം ചെയ്തു. ദെൻ നെക്സ്റ്റ് അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് നമ്മളുടെ ക്വാളിഫിക്കേഷന് ഈ പോസ്റ്റിന് നമ്മൾ എന്താണ് ഓക്കെ ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഈ പോസ്റ്റിന് നമ്മൾ ക്വാളിഫൈഡ് ആണോ ചോദിക്കുന്നുണ്ട്. നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ദെൻ അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഈ ക്വാളിഫിക്കേഷൻ നമുക്ക് ഇക്വലന്റ് ആണെന്ന് പറഞ്ഞല്ലോ അല്ലെ. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മളുടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി വെച്ചിട്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി വെച്ചിട്ട് ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഞാൻ വീണ്ടും ലാസ്റ്റിലോട്ട് പോകുന്നു. ലാസ്റ്റിൽ നോക്കുന്നുണ്ട് ഇത് എക്സാം എഴുതാനുള്ള പ്രിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എക്സാം എഴുതാനുള്ള പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഡിസ്ട്രിക്ട് ഇടുക്കി തന്നെ കൊടുത്തു. ഇടുക്കിയിൽ ഇടുക്കി ഡിസ്ട്രിക്ട് താലൂക്ക് തന്നെയാണ് കൊടുക്കുന്നത് എക്സാം എഴുതാനുള്ള പ്രിഫറൻസ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു, പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ ആപ്ലിക്കേഷൻ ഫുള്ള് വായിച്ച് നോക്കുന്നു. ദെൻ സെലക്ട് ചെയ്തതിന് ശേഷം ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്നുള്ളതും ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യുക, അവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ. അപ്പൊ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത ഇതേപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്